നരേന്ദ്രമോദി രാജ്യത്തെ വിഭജിച്ചു. ഏറ്റവും വലിയ ദേശവിരുദ്ധതയാണിത്. കോർപ്പറേറ്റുകൾക്ക് മാത്രമാണ് അദ്ദേഹം പണം ചെലവഴിക്കുന്നത്, സാധാരണക്കാർക്കൊപ്പം നിന്നില്ല എന്ന നേരത്തെ പ്രചാരണ റാലികളിൽ അദ്ദേഹം ഉപയോഗിച്ച മുൻ നിലപാടുകൾ ആവർത്തിക്കുകയാണ് ഇപ്പോഴും ചെയ്തത്. എന്താണ് വയനാട്ടിൽ അദ്ദേഹത്തിന്റെ പ്രചാരണ പരിപാടികൾ, ഇന്നത്തെ ഷെഡ്യൂൾ എന്നതടക്കമുള്ള കാര്യങ്ങളുടെ സമഗ്രമായ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. തിരുനെല്ലിയിൽ അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട്. രാവിലെ വിവിധ ഇടങ്ങളിൽ പ്രചരണ പരിപാടികളുണ്ട്. വൈകിട്ടോടുകൂടി തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്യും. മുജീബ് റഹ്മാൻ വയനാട്ടിൽ നിന്ന്. മുജീബ്, എപ്പോഴാണ് അദ്ദേഹം വയനാട്ടിലെത്തിയത്? എന്താണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പരിപാടികൾ? അരുൺ, അല്പസമയം മുമ്പാണ് വയനാട്ടിലെ ശരളാദേവി മെമ്മോറിയൽ സ്കൂൾ ഗ്രൗണ്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ ഹെലിപാഡിൽ രാഹുൽ ഗാന്ധി ഇറങ്ങിയത്. ഇനി അദ്ദേഹം അവിടെ നിന്നും നേരെ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് വരും. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ കവാടത്തോട് ചേർന്ന് തന്നെയാണ്. ഇവിടെ എത്തിയ ശേഷം അദ്ദേഹം ഇവിടെ നിന്നും കുളിച്ച് നേരെ ക്ഷേത്ര ദർശനത്തിനായിട്ട് പുറപ്പെടും. അരമണിക്കൂർ സമയമാണ് ക്ഷേത്രത്തിലെ കർമ്മങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യം ഇവിടെ എത്തിയ ശേഷം അദ്ദേഹം 60 രൂപ കൊടുത്ത് രസീത് മുറിക്കും. പിന്നീട് പിതൃതർപ്പണം, ചടങ്ങുകൾ, ക്ഷേത്ര ദർശനം എല്ലാം കഴിഞ്ഞ് അദ്ദേഹം അരമണിക്കൂർ കൊണ്ട് തന്നെ തിരുനെല്ലി ക്ഷേത്രത്തിലെ ദർശനവും ഇവിടുത്തെ ചടങ്ങുകളും പൂർത്തീകരിച്ച് അദ്ദേഹം ഇവിടെ നിന്നും സുൽത്താൻ ബത്തേരിയിലേക്ക് പോകും. സുൽത്താൻ ബത്തേരിയിൽ എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും ഇപ്പോൾ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു, എല്ലാം ഏർപ്പെടുത്തിയിരിക്കുന്നു. സുൽത്താൻ ബത്തേരിയിലെ സെൻറ് മേരീസ് കോളേജ് ഗ്രൗണ്ടിലായിരിക്കും അദ്ദേഹത്തിൻ്റെ 3/4 മണിക്കൂർ നേരം നീളുന്ന പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പരിപാടി ഉണ്ടാവുക. അവിടെയാണ് വലിയ തരത്തിലുള്ള ജനക്കൂട്ടമുള്ളത്. തിരുനെല്ലി ക്ഷേത്രത്തിൽ അദ്ദേഹത്തിൻ്റേത് തികച്ചും വ്യക്തിപരമായ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വളരെ ആത്മബന്ധമുള്ള അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ 28 വർഷം മുമ്പ് 1991 അദ്ദേഹത്തിൻ്റെ പിതാവ് രാജീവ് ഗാന്ധിയുടെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്തത് ഈ ഒരു ക്ഷേത്രത്തിനോട് ചേർന്ന പാപനാശിനിയിലേക്ക് അദ്ദേഹം പോകുന്നുണ്ട്. പിതൃതർപ്പണം കർമ്മങ്ങളുണ്ട്, അതുപോലെ തന്നെ ക്ഷേത്ര ദർശനമുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ നിന്നും കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം നേരെ ഹെലികോപ്റ്ററിൽ തന്നെയായിരിക്കും ഇവിടെ നിന്നും സെൻറ് മേരീസ് കോളേജ് ഗ്രൗണ്ടിലേക്ക്, സുൽത്താൻ ബത്തേരിയിലേക്ക് പോകുക. അവിടെയുള്ള ഒരു വലിയ പൊതു സമ്മേളനത്തെ അഭിമുഖീകരിക്കുകയും അതിനുശേഷം അല്പസമയം കൂടി വയനാട്ടിൽ തന്നെ ചെലവഴിച്ച ശേഷം, അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലമാണ് വയനാട്ടിലേക്ക് അദ്ദേഹം വരുന്നത് 2ാമത്തെ തവണയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇനി രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് എത്തുകയില്ല. പക്ഷേ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ അടുത്ത ദിവസങ്ങളിൽ എത്തുകയും ചെയ്യും. ഏതായിരുന്നാലും വയനാട്ടിലെ 2 ചടങ്ങുകൾ മാത്രമാണ്. പിന്നീട് വയനാട് മണ്ഡലത്തിൽ തന്നെ പെട്ട തിരുവമ്പാടിയിലേക്ക് അദ്ദേഹം പുറപ്പെടും. തിരുവമ്പാടിയിൽ ഒരു പൊതുസമ്മേളനത്തെ അദ്ദേഹം അഭിമുഖീകരിക്കും. ശേഷം പിന്നീട് വണ്ടൂരിലേക്ക് പോകും. വണ്ടൂരിലും ഒരു പൊതുസമ്മേളനം അഭിമുഖീകരിച്ച ശേഷം പിന്നീട് അദ്ദേഹം തൃത്താലയിലേക്കാണ് പോകുന്നത്. കേരളത്തിലെ ഇന്നത്തെ പൊതുപരിപാടികൾ അങ്ങനെയാണ്. ഏതായിരുന്നാലും അല്പസമയത്തിനകം ഈ ഒരു ക്ഷേത്രത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേരുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുരക്ഷാ വിഭാഗമായ SPG, അതുപോലെ തന്നെ പോലീസ്, തണ്ടർബോൾട്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ സുരക്ഷാ ഏജൻസികളും ഇവിടെയുണ്ട്. അവരുടെ ഒരു സാന്നിധ്യം ആണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതേസമയം എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, തിരുനെല്ലി ക്ഷേത്രത്തിലെ ദർശനത്തിന് ഭക്തരുടെ, വിശ്വാസികളുടെ ചടങ്ങുകൾക്ക് യാതൊരു തരത്തിലുള്ള തടസ്സവും സൃഷ്ടിക്കാത്ത രീതിയിൽ എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും പോലീസ് ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ആ തരത്തിൽ ക്ഷേത്രത്തിലെ ദൈനംദിനമായ പൂജാകർമ്മങ്ങളും മറ്റ് ചടങ്ങുകളുമെല്ലാം മുടക്കം കൂടാതെ തന്നെ നടക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ അല്പസമയത്തിനകം അദ്ദേഹം ഇപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരും. ഹെലികോപ്റ്റർ ഇറങ്ങിയ ഹെലിപാഡിൽ നിന്നും ഇങ്ങോട്ടേക്കുള്ളത് ഏതാനും മീറ്ററുകൾ മാത്രമാണ്. അതായത് അദ്ദേഹം ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഒരുപക്ഷെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. ഭക്തജനങ്ങളും അതുപോലെ തന്നെ നാട്ടുകാരുമായ ഒരു വിഭാഗം ആളുകൾ, ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു പ്രദേശത്ത് ഇപ്പോഴുണ്ട്. ക്ഷേത്രത്തിൽ ചടങ്ങുകൾക്കായി എത്തിയ ആളുകളുണ്ട്, ക്ഷേത്രം ജീവനക്കാരുണ്ട്, കോൺഗ്രസ് നേതാക്കളുണ്ട്, പ്രവർത്തകരുണ്ട്. ഏതായിരുന്നാലും ഈ ഒരു തിരുനെല്ലിയിലെ ചടങ്ങുകൾക്ക് ശേഷം അദ്ദേഹം സുൽത്താൻ ബത്തേരിയിലേക്ക് പുറപ്പെടുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. അരുൺ. ശരി മുജീബ്.